തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായി മുളയൂർ സുന്ന വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന മഹത്തായ ഈദ് റബീൻ്റെ വേദിയിലാണ്. ഈ സുന്ദര വേദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തെക്കുറിച്ച് ഞാൻ അല്പം പറഞ്ഞ് മാത്രം നിർത്താം. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെയും നിങ്ങളുടെയും നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ 63-ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തിൽ നിന്നും വിട പറയുന്നത്. ആ സംഭവബഹുലമായ ജീവിതത്തിന് തിരശ്ശീല വീണതോടെ പ്രവാചക പരമ്പരയ്ക്ക് അവസാനം കുറിച്ചു. ഹിജ്റ 11-ാം വർഷം സഫർ മാസം അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗബാധിതനായി കൊടുക്കുകയായിരുന്നു. ആ രോഗം 13 ദിവസം നീണ്ടുനിന്നു. രോഗം കഠിനമായി വന്നപ്പോൾ ഭാര്യയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചിരുന്നത്. ജമാഅത്തിനും മറ്റു കാര്യങ്ങൾക്കും പോകാൻ കഴിയാതെ വന്നപ്പോൾ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പകരക്കാരനായി നിശ്ചയിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാത്തൊരു ജമാഅത്ത് സഹാബാക്കൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബാക്കളുടെ സങ്കടം അറിഞ്ഞ് അവിടുത്തെ 2 സഹാബാക്കളുടെ ചുമലിൽ തൂങ്ങിക്കൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ജമാഅത്തിന് ശേഷം അവസാന പ്രഭാഷണത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ആദ്യത്തിനായി മുന്നേ പോവുകയാണ്, നിങ്ങൾ എൻ്റെ പിന്നാലെ വരേണ്ടതാണ്. നിങ്ങൾ ആർക്കെങ്കിലും നാളെ എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ്റെ കണ്ണിനെയും നാവിനെയും അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി വാഗ്ദാനം ചെയ്യുകയാണ്. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ലോക മുസ്ലിം ഉമ്മത്തിന്റെ നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. അവിടുത്തെ വഫാത്ത് മദീനയാകെ ശാന്തതയിലും സങ്കടത്തിലും കൊണ്ട് നിർത്തി. മദീനക്കാരെ ആകെ ദുഃഖിതരാക്കി. ഉമർ റളിയല്ലാഹു അൻഹുവിന് ബുദ്ധിഭ്രമം സംഭവിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെയുള്ള എല്ലാവരെയും ശാന്തരാക്കി നിർത്തിയ ഒരു നിമിഷമായിരുന്നു അവിടുത്തെ വഫാത്ത് എന്ന് പറയുന്നത്. സ്വഹാബാക്കൾ യോഗം ചേർന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തീരുമാനിച്ചു. ശേഷം അവിടുത്തെ പുണ്യമാക്കപ്പെട്ട ശരീരം കുളിപ്പിച്ച് കഫൻ ചെയ്ത് അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. ഒരു ബുധനാഴ്ചയായിരുന്നു അവിടുത്തെ ഖബറടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നു പറഞ്ഞല്ലോ. അവിടെ തന്നെയാണ് അവിടുത്തെ പുണ്യമാക്കപ്പെട്ട ശരീരം ഖബറടക്കിയിരിക്കുന്നത്. ലോകഭൂഗോളങ്ങളിൽ പുണ്യമാക്കപ്പെട്ട സ്ഥലമായ ഈ സ്ഥലത്തിന് അൽ ഉജ്റത്ത് ശരീഫ എന്ന് പേര് വീയപ്പെട്ടു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ജീവിക്കുന്ന ഈ കുറഞ്ഞ കാലയളവിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയെന്ന് സലാം പറയാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.